എന്റെ വല്യേട്ടാ, നിങ്ങളുടെ മുത്തശ്ശൻ എന്തായിരുന്നു ജോലി? പുള്ളിയുടെ കയ്യിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളാണല്ലോ. ഓയ് മോട്ടു, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. എന്റെ മുത്തച്ഛനെ അഡ്വഞ്ചർ ട്രിപ്പിന്റെ ആളായിരുന്നു. പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹോബി ആയിരുന്നു. അല്ല, ഇപ്പൊ ഞാനിവിടെ വെച്ച സാധനങ്ങളൊക്കെ എവിടെ പോയി? അല്ല, ആ മുത്തശ്ശന് നിധിയൊന്നും കിട്ടിക്കാണൂല. അതുകൊണ്ടായിരിക്കും ഈ ബോക്സിൽ ഇങ്ങനെ ഇടിക്കൈ വെച്ചിരിക്കുന്നത്. ഓ, അങ്ങനെയൊന്നും അല്ല എന്റെ ചങ്ക്. എന്റെ മുത്തശ്ശനെ വളരെ സീരിയസ് ആയ ഒരാളായിരുന്നു. ഇതിവിടെ വെച്ചിട്ടുണ്ടെങ്കിലേ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. നമുക്ക് ഈ ബോക്സിൽ നോക്കാം. ഡോക്ടർ ജഡ്ക, എനിക്ക് തോന്നുന്നത് ഇത് നിധിയുടെ അടുത്തേക്കുള്ള മാപ്പ് ആണെന്നാ. അവനെ പിടിക്ക്. പകുതി മാപ്പോ? ജോണ് പകുതി മാപ്പ് കൊണ്ട് ഓടിപ്പോയി. നമ്മളിപ്പോ എന്താ ചെയ്യാ? മനസ്സിലാവുന്നില്ലല്ലോ ഇതേതാ സ്ഥലമെന്ന്. നോക്കട്ടെ, ഇതേതാ സ്ഥലമെന്ന്. നമ്മളെതിരെ അടിയുണ്ടാക്കുന്നത് പകുതി പേപ്പർ എന്റെ കയ്യിലുണ്ട്, ബാക്കി പകുതി നിങ്ങളുടെ കയ്യിലും. ഒരുമിച്ച് നമുക്ക് നിധി അന്വേഷിക്കാം, എന്നിട്ട് നമുക്കത് പങ്കുവെക്കാം. ഇല്ല, ഈ നിധി സർക്കാരിന്റെയാണ്. ഞങ്ങൾ ഇത് സർക്കാരിന് മാത്രമേ കൊടുക്കൂ. അതെ, മോട്ട് പറഞ്ഞത് വളരെ ശരിയാണ്. ആ നിധി എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരെയൊക്കെ ഞാൻ ബോംബ് വെച്ച് പറപ്പിക്കും. എന്നിട്ട് നിധിയും കൊണ്ട് ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്. അല്ല, എന്താണ് ആലോചിക്കുന്നത്? എനിക്ക് സമ്മതമാണ്. സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ കിട്ടില്ലേ? ഞങ്ങൾക്ക് അത് മാത്രം കിട്ടിയാൽ മതി. നമുക്ക് ഒരുമിച്ച് പോയി നിധി അന്വേഷിക്കാം. എന്റെ അമ്മോ, എവിടെയാണ് ഈ നിധി വെച്ചിരിക്കുന്നത്? ഇനി എത്ര ദൂരം പോവാനുണ്ട്? ഈ മാപ്പിൽ എന്താ തലാന്ന് എഴുതിയിരിക്കുന്നത്? എന്തിനാ ഒരു ആരോ വരച്ചിരിക്കുന്നത്? സാറ്, തലയെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിധി അവിടെ ഉണ്ടെന്നാണ്. പക്ഷെ അത് എങ്ങനെ നമ്മൾ കൊണ്ടുപോകും? അഥവാ നിധി അവിടെ ഉണ്ടെങ്കിൽ തന്നെ തലയുപയോഗിച്ച് നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ദാ കാണുന്നു ആരോ. അതിന്റെ അർത്ഥം നിധി ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. വരൂ, നമുക്ക് പോയി നോക്കാം. എന്റെ അടുത്ത ഡോക്ടറെ വേഗം എടുക്കണേ. നിധി 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 നിധി. എന്റെ അമ്മോ, മുതലകൾ! മാപ്പില് തലാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് മുതലാന്ന് എഴുതിയിരുന്നില്ല? നമ്മൾ ആ മാപ്പ് വെച്ച് ഫൈറ്റ് ചെയ്തപ്പോ മുതലയുടെ മൂ കീറിപ്പോയി. അതിലെ തല മാത്രമേ കണ്ടുള്ളൂ. ഓടിക്കോ. Stop in the name of law. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം. എന്റെ ചിങ്കം സാറേ, ഇതൊക്കെ ഇവറ്റകളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഫയറി സാറേ, ഫയറി! എന്റെ അമ്മ! ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടിയിരിക്കുന്നു. എന്റെ അമ്മ! എന്നെ തിന്നുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഐഡിയ. ഇന്നാ പിടിച്ച മോട്ടു, കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങിക്കോ. സമൂസേ!
അത്ര എളുപ്പത്തിൽ നിനക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി ആർക്കാ എന്നെ കഴിക്കണമെന്നുള്ളത്? വരൂ, ധൈര്യം വരൂ. ആരെങ്കിലും ഇയാളുടെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. ഇവനെ ആർക്ക് തിന്നാൻ കഴിയില്ല. ഇവന്റെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. ഓടിക്കോ. എടേ, ഒരു ബൈ ബൈ പറഞ്ഞിട്ടെങ്കിലും പോടേ. ബൈ ബൈ. നമ്മൾ എത്തിയെന്നാ തോന്നുന്നത്. മാപ്പ് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ദേ ഇവിടെയാണെന്ന്. കണ്ടില്ലേ, ഈ ആരോ അങ്ങോട്ടാണ്. ഇതെവിടെ എന്താ എഴുതിയിട്ടുണ്ട്? ഐഡർ. എനിക്കൊരുത്തനെ പേടിയൊന്നുമില്ല. ഈ മാപ്പ് മനുഷ്യരെ വെറുതെ പേടിപ്പിക്കുക. പക്ഷെ ഐ ഡോണ്ട് പേടിക്കൽ. അതിന് ചിലപ്പോ വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിലോ ചങ്ക്? അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും കുടുങ്ങി പോവില്ലേ? അതെ, പേടിക്കേണ്ടവരൊക്കെ പേടിച്ചോ. ഞാൻ പോവുക നിധി അന്വേഷിച്ച്. ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. ഐ നോട്ട് പേടിക്കൽ. ഐ നോട്ട് പേടിക്കൽ. ഞാൻ ഒരിക്കലും പേടിക്കില്ല. നമ്പർ 1 നമ്പർ 2 ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് പേടിയാണ്. എനിക്ക് ഒരുപാട് പേടിയുണ്ട് കേട്ടോ. പക്ഷെ മറ്റൊരു വഴിയില്ല. ഇവരൂടെ നമുക്ക് പോയേ പറ്റൂ. കമോൺ കമോൺ. ഐ നോട്ട് പേടിക്കൽ. ഐ നോട്ട് പേടിക്കൽ. എനിക്ക് തോന്നുന്നു ആ നിധി ഈ ഗുഹയ്ക്കകത്താ. ഓടിക്കോ ചങ്ക്, ഓടിക്കോ. ഐഡർ എന്ന് എഴുതിയത് അത് സ്പൈഡർ ആയിരുന്നു. നമ്മുടെ വഴക്കിനിടയിൽ SP കീറി പോയതാ. അതിൽ വെറും ഐഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോ എന്താ ചെയ്യാ? പേടിയാവുന്നു. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. എനിക്കും പേടിയാണ്. എനിക്കും പേടിയാണ്. എന്റെ അമ്മോ, എനിക്ക് പേടിയാവുന്നു. ഹെൽപ്പ്, സ്റ്റോപ്പ്, പോലീസ്, രക്ഷിക്കണേ. എല്ലാവരും അവരവരുടെ കയ്യിലുള്ള തീപ്പെട്ടി എടുത്ത് കത്തിക്ക് വേഗം. അപ്പൊ അവന്റെ വല മുറിഞ്ഞു പോകും. തീപ്പെട്ടിക്കുള്ളിൽ കെട്ടുപോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഓയ്, എന്റെ കൂട്ടുകാരെ വിട്ടേക്കൂ, ഇല്ലെങ്കിൽ യോ, കണ്ടില്ലേ, ഇതിന്റെ വായുന്ന് തീ വരുന്നുണ്ട്. ഓ ചിങ്കൻ സാറേ, ഫയർ ഫയർ. ഇതെന്താ ഗോല്ല? ഇതിന്റെ അർത്ഥം എന്താ? കണ്ടില്ലേ, ആരോ അങ്ങോട്ടാണ്. പൊളിച്ചേ. അതെ, ഗോയും ലായും എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ? ഗോ ആൻഡ് നിധി എടുക്കൂ. ചെന്ന് നിധി എടുത്തോളൂന്ന്. ഞാൻ ചെന്ന് നിധി എടുക്കാൻ പോവാ. പിന്നല്ല, ആദ്യം നിങ്ങൾ ഇത് ആലോചിക്കുക. എന്തെങ്കിലും അപകടമുണ്ടോന്ന്. ബോസ് ബോസ്, വേഗം പോകാം. ഇനി അഥവാ മോട്ടുവിന് നിധി കിട്ടിയ പിന്നെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. എന്താ പിന്നെ പോടാ. പൊളിച്ചേ. നിധി കിട്ടിപ്പോയി. പൊളിച്ചെടുത്തല്ലോ. ഞാൻ കോടീശ്വരനാവാൻ പോവാണ്. നമ്മള് പടക്കാരായി. നമ്മള് പടക്കാരായി. നമ്മള് രക്ഷപ്പെട്ട ചങ്കുകളെ. എന്റെ അമ്മോ, ഞാനിപ്പോ പണക്കാരനാണ്. ഗോല്ല എന്ന് എഴുതിയതിന്റെ അർത്ഥം ഗൊറില്ല എന്നാ. ഗോ കഴിഞ്ഞുള്ള RIL റിൽ മാപ്പിൽ നിന്ന് മുറിഞ്ഞു പോയി. എന്റെ പത്തിലോ, നിനക്ക് മാപ്പ് റീഡിംഗ് ഒട്ടും അറിയില്ല. ദൈവം സഹായിച്ചിട്ട് നമുക്ക് ഓടാൻ അറിയുന്ന നന്നായി. എന്നാ പിന്നെ എല്ലാവരും ഓടിക്കോ. ഓടിക്കോ. എടോ, ഞാൻ ആരുടെയും ടാക്സി അല്ല. എല്ലാവർക്കും കേറി ഇങ്ങനെ സവാരി ചെയ്യാൻ. ഇറങ്ങടോ. എന്റെ അമ്മോ. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. വരൂ വരൂ. ഓയ്, അതെന്താ ഈ ചെയ്യാൻ പോകുന്നത് ചങ്ക്? ബലൂണിലെ ഗ്യാസ് കുറയുകയാണ് ചങ്ക്. എല്ലാവരും ഭാരമുള്ള സാധനങ്ങളൊക്കെ എടുത്തെറിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഭാരം. പോകരുത്. മോട്ടുവിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചാലുണ്ടല്ലോ, അവരവരുടെ കയ്യിലുള്ള നിധി താഴേക്ക് എടുത്ത് എറിയാൻ നോക്ക്. അല്ലെങ്കിൽ ആ ഗൊറില്ല നമ്മുടെ പണി കഴിക്കും.
കിട്ടിയ സ്വർണം മുഴുവനും തീർന്നു. ബോസ് ആക്രാന്തം കാണിക്കണ്ട. നിധി കളഞ്ഞേക്കൂ, അല്ലാത്ത പക്ഷം നമ്മളും ഗറില്ലയുടെ ഇരയായി മാറും. ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഒരു പൊന്നിന്റെ തരി പോലും എനിക്ക് കിട്ടിയില്ല. ഹോയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, ഈ മുട്ടകൾ വിരിഞ്ഞാലേ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും. പിന്നെ അതും മുട്ടയിടാൻ തുടങ്ങും. അതിൽ നിന്നും കുഞ്ഞുങ്ങൾ ഉണ്ടായി അതും മുട്ടയിടാൻ തുടങ്ങും. അങ്ങനെ വന്ന് വന്ന് മോട്ടു നിന്റെ അടുത്തുണ്ടല്ലോ കോടിക്കണക്കിന് കോഴികൾ ഉണ്ടാവും. ആ, താങ്ക് യു വല്യേട്ടാ, താങ്ക് യു. ഈ ബൾബ് ഞാൻ നിന്റെ കോഴികൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ മോട്ടു. ഇതിൽ നിന്ന് വരുന്ന കിരണങ്ങൾ പതിച്ചാൽ കോഴികൾ വളരെ പെട്ടെന്ന് തന്നെ വലുതാകും. മാത്രമല്ല അതിന് പിന്നീട് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയും കുറവാണ്. താങ്ക് യു ഡോക്ടർ ജഡ്ക. ഞാൻ ഈ മുട്ടകളൊക്കെ ഈ ബൾബിന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചാൽ ഉണ്ടാവുന്ന കോഴികളൊക്കെ നല്ല വലുപ്പം ഉണ്ടാവുമായിരിക്കും. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? നമ്മൾ പോൾട്രി ഫാം ആണ് തുടങ്ങിയത്, അല്ലാതെ ജിംനാസ്റ്റിക് അല്ല. അതെ, ആദ്യം നീ പോയെന്ന് നോക്ക് ഞാൻ എന്താ കണ്ടതെന്ന്. അപ്പൊ പിന്നെ നീയും ജിംനാസ്റ്റിക് ചെയ്യാൻ തുടങ്ങും. ദേ നോക്ക് അങ്ങോട്ട്. ഈ കോഴികൾ എങ്ങനെ ഇത്രയും വലുതായത്? അതിന് നീ എന്താ ചെയ്ത്? വേഗം പറ. എന്റെ പത്തിലും ഞാൻ എന്താ ചെയ്തത്? നീ അത് വിട്. നീ ഒന്ന് മാത്രം ആലോചിച്ചാ മതി, ഈ കോഴികളിടുന്ന മുട്ടയ്ക്കൊക്കെ എത്ര വലുപ്പം ഉണ്ടാവുമെന്ന്. അത് കണ്ടോ നിങ്ങള്? എന്ത് വലിയ കോഴികളാ! ആലോചിക്ക്, നന്നായിട്ട് ആലോചിച്ചിട്ട് പറയേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബോസ് നമ്മള് കോഴിക്കറി ഉണ്ടാക്കി കഴിക്കും. ഇന്നത്തേക്ക് വേണ്ടി അല്ലടാ മണ്ട, ദൂരം ചിന്തിക്കടാ, കുറെ ദൂരത്തെ ചിന്തിക്ക. നീ ഇതെങ്ങോട്ടായി പോകുന്നേ? ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൂരത്ത് പോകാത്തിടത്തോളം കാലം ദൂരക്ക് എങ്ങനെയാ ചിന്തിക്ക? എടാ മരം മണ്ട, ഒന്ന് തിരിച്ചു വാടാ, തിരിച്ചു വാ. നമ്മളിനി എന്നും മുട്ട മോഷ്ടിച്ച് തിന്നും. വരൂ, എന്റെ കൂടെ വരൂ, കമോൺ. ഇത് ചീറ്റിംഗ് ആണ്. ഞങ്ങള് നിങ്ങളുടെ കൂടിന് പുറത്താണ് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താണ്. ഗോ ബാക്ക്, ഗോ ബാക്ക്. വേണ്ട വേണ്ട. എന്റെ പേര് ജോൺ ദി ഡോൺ എന്നാണ്. ഈ പീക്കിരി കോഴികളുടെ മുന്നിൽ തോൽവി സമ്മതിക്കുന്ന ഒരാളല്ല ജോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ഇപ്പൊ കണ്ടോ ഞാൻ എങ്ങനെയാണ് മുട്ടകൾ മോഷ്ടിക്കാൻ പോകുന്നതെന്ന്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് വേഷം മാറാൻ നോക്ക. കണ്ടില്ലേ, ജോണിന്റെ ശിങ്കിടി മുട്ട മോഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്നിട്ട് കോഴീനെയും പേടിച്ച് ഓടുന്നത് കണ്ടോ? നമ്മൾ അലർട്ടായിട്ട് ഇരിക്കണം.
എനിക്ക് നല്ല വിശപ്പുണ്ട്, പക്ഷെ ഞാൻ ഈ പുഴുവിനെ തിന്നില്ല. എന്നെ വിട്, ഞാനൊന്ന് പൊയ്ക്കോട്ടെ. മമ്മി, ആരെങ്കിലും എന്നെ ഈ മമ്മിയുടെ അടുത്ത് നിന്ന് രക്ഷിക്ക. ഞാൻ നിന്റെ കുഞ്ഞൊന്നും അല്ല. എന്നെ വിട്, എന്നെ വിട്. സോറി മമ്മി, എനിക്കൊരു തെറ്റ് സംഭവിച്ചു പോയത്. ഇപ്പൊ എന്നെ വെറുതെ വിട്. ഇല്ല, വേണ്ട, പുഴുവിനെ പിടിക്കരുത്. അതാ ബോസ്, എനിക്ക് താഴെ ഉടനെ തന്നെ പോണം. എന്നിട്ട് ബോസിനെയും കൊണ്ട് മുകളിലോട്ട് പൊന്തി വരണം. ഓക്കേ? ഓത്തേ. അതെ, നാടുറങ്ങിയില്ല, അതിനു മുമ്പ് അവന്മാര് മോഷ്ടിക്കാൻ ഇറങ്ങി. നാടോ? ഏത് നാട്? നീ ഏത് നാടിനെ കുറിച്ചായി പറയുന്നത്? എന്റെ മോട്ടു, അതൊരു പഴഞ്ചൊല്ല. നമ്മള് പോൾട്രി ഫാം ശരിക്കും തുടങ്ങിയില്ല, അതിനു മുമ്പ് ജോണിന്റെ ആൾക്കാർ അവിടെ മോഷ്ടിക്കാനെത്തി. വേഗം വാ, നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഇതോടെ പിടിക്ക്. വരൂ എന്റെ സിംഹകുട്ടികളെ, വേഗം വരൂ. നിങ്ങളെ പോലെ രണ്ടുപേരെ കിട്ടിയതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. എന്റെ പത്തിലും അവന്മാര് നിൽക്കുന്ന ലക്ഷണമില്ല. ഞാൻ എങ്ങനെയാ അവന്മാരെ നിർത്തുന്ന നോക്കിയോ? രക്ഷപ്പെട്ടു. എന്റെ പൊന്നു മമ്മി, എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ വരുന്നത്? മതി, കുറെയായി. ഞാൻ നിങ്ങളുടെ കുഞ്ഞൊന്നും അല്ലെന്ന് പറഞ്ഞില്ലേ? ഞാനാണ് ജോൺ, ജോൺ ദി ഡോൺ. എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ തരണം, മനസ്സിലായോ? ഇതാ കണ്ടില്ലേ, ഞാൻ കോഴിക്കുഞ്ഞൊന്നും അല്ല, മനസ്സിലായോ? നിനക്ക് നാണല്ലോ? എല്ലാവരുടെയും മുന്നിൽ ഡ്രസ്സൂരി നിൽക്കുന്നോ? ഇത് നാണക്കേടല്ലേ? ഞാൻ ജോണാണ്, ജോൺ ദി ഡോൺ. എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ തരണം, എന്നോട് ബഹുമാനത്തോട് സംസാരിക്കണം, ബഹുമാനത്തോട്. മമ്മി, ആരെങ്കിലും ഈ കോഴിയുടെ മമ്മിയുടെ അടുത്ത് തന്നെ രക്ഷിക്കണേ. ബോസ്, ഇപ്രാവശ്യം അങ്ങയെ ഞങ്ങൾ രക്ഷിക്കുക തന്നെ ചെയ്യും. പെട്ടെന്നാവട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ കോഴിയുടെ അടി കിടന്ന ചമ്മന്തിയാവും. എന്നെ പുഴുവിനെ തീണ്ടിച്ച് ഒരു വഴിക്കാക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് എന്നെ ഒന്ന് വന്ന് രക്ഷിക്കണേ, പ്ലീസ്. ഞാനിതാ എത്തിക്കഴിഞ്ഞു ബോസ്, ഇതാ എത്തിക്കഴിഞ്ഞു. അല്ല, ഈ ജോണിന്റെ ശിങ്കടികൾ വീണ്ടും എന്തിനാ വരുന്നേ? ഈ ജോൺ എവിടെ പോയി? എന്റെ മോട്ടു, ജോൺ എവിടെങ്കിലും ഇരിക്കട്ടെ, ആദ്യം അവന്മാരെ തടയണം. വേഗം വാ. റോക്കറ്റ് തീർന്നു പോയി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത് കൊള്ളാലോ. വരൂ, ഈ വലിയ മിസൈലിൽ നമുക്ക് ഫയർ ചെയ്യാം. റെഡി. ഇവരാ കോഴിക്കള്ളന്മാരല്ലേ? കൊത്തവരെ. ബോസ്, രക്ഷിക്കണേ. എന്റെ കൂടെ
ഇതെന്താ ഈ കള്ളന്മാരെവിടുന്നാ വന്നത്? എനിക്ക് തോന്നുന്നത് കോഴിയുടെ വേഷത്തിൽ മുട്ട മോഷ്ടിക്കാൻ വന്നതെന്നാ. വേഗം വാ. എന്റെ കോഴി സഹോദരി സോറി, ഒരു തെറ്റ് പറ്റി പോയതാ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഒരു തവണ എന്നെ ഒന്ന് വെറുതെ വിടാ, please. എന്റെ ദൈവമേ, ഇക്കാലത്ത് നാണവും മാനവും ഒരുത്തനും ഇല്ലാതെ പോയിന്നാ തോന്നുന്നേ. ഇതിട്. നമ്പർ 1, നമ്പർ 2, എന്നെ രക്ഷിക്കാം. ആദ്യം ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടോട്ടെ ബോസ്. മോട്ടു പത്ലു രക്ഷിക്കണേ, രക്ഷിക്കണേ. നിക്കവിടെ. അതെ, പോ കോഴി പോ. നിങ്ങളുടെ കോഴിക്കോട്ടിലേക്ക് തന്നെ പോ. ഗോ ബാക്ക്, ഗോ ബാക്ക്, ഗോ ഗോ ഗോ. അല്ല വേണ്ട. എന്താ? കഴിക്ക് കഴിക്ക്, ഇന്ന എടുത്ത് കഴിക്ക്. താങ്ക് യു മോട്ടു, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ പോവുകയാ. ഞങ്ങളുടെ ബോസിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇടയ്ക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്യിക്കണേ. ദൂരെ പോവാൻ പോ. വേണ്ട മോട്ടു, വേണ്ട. എന്നോട് നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മോട്ടു.